ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കിഷോറിൻ്റെ മുന്നിലിരുന്ന അമ്മ അവർണികയും അജാസും തമ്മിലുള്ള ബന്ധം അത് നീ നിർത്താൻ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ തമ്മിൽ വെറും സുഹൃത്ത് ബന്ധം മാത്രമേ ഉള്ളൂ. ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. അമ്മയായിട്ട് ഇനി അതിൻ്റെ അർത്ഥം മാറ്റാനൊന്നും നടക്കണ്ട. ഇതൊക്കെ പറഞ്ഞ് മകൻ അമ്മയോട് ഒച്ചയെടുത്തിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി. അമ്മ എന്നിട്ട് അവിടെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞപ്പോൾ ഗീതു വിലാസിനിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ മയക്കത്തിൽ തന്നെയാണ് അമ്മ. ഡോക്ടർ അന്നേരം ഗീതുവിനോട് വിലാസിനിയെ വിളിക്കാനായിട്ട് പറഞ്ഞു. ഗീതു വന്നിട്ട് വിലാസിനെ ഇങ്ങനെ പതുക്കെ വിളിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ണ് തുറക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അടഞ്ഞും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഗീതു അമ്മയുടെ കൈകളിലേക്ക് പിടിച്ചിട്ട് അമ്മേ കണ്ണ് തുറക്കമ്മേ, അമ്മേ കണ്ണ് തുറക്കമ്മേ, അമ്മേ കണ്ണ് തുറക്കാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും പതുക്കെ പതുക്കെ കണ്ണ് തുറക്കാൻ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് വിലാസിനി. അപ്പോൾ ഒന്നുകൂടെ മോളൊന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു ഡോക്ടർ. ഗീതു വീണ്ടും വിളിച്ചു. ഗീതു വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ ഭാഗത്തു നിന്നും പോസിറ്റീവായിട്ടുള്ളൊരു സിഗ്നൽ ഉണ്ടാവുന്നു. അങ്ങനെ അമ്മയ്ക്ക് മോളാണ് വിളിച്ചതെന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലായി. എന്നിട്ട് പതുക്കെ അമ്മ ഇങ്ങനെ കണ്ണ് തുറന്ന് വരുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഗീതു അത് കണ്ടപ്പോൾ സന്തോഷത്തും കൊണ്ട് എന്താ പറയണ്ടേന്ന് അറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഡോക്ടറും ഒക്കെ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. പ്രശ്നങ്ങളെല്ലാം മാറി നമ്മുടെ വിലാസിനി ഒക്കെ ആയി. അപ്പോൾ വിലാസിനി സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വിലാസിനി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അങ്ങനെ സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ സ്ട്രെയിൻ എടുക്കുകയൊന്നും വേണ്ട, പറ്റുമെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ തലയാട്ടി കാണിച്ചു. അപ്പോൾ ഗീതു ആണെങ്കിൽ തൊട്ടായിരിക്കലും ഇപ്പോൾ മോളെ കണ്ടപ്പോഴേക്കും അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുക. അപ്പോൾ എൻ്റെ അമ്മ ഇപ്പോൾ ഒന്നും സംസാരിക്കണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും പതുക്കെ ഇങ്ങനെ എനിക്ക് എന്തൊക്കെയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പതുക്കെ ആ ഒരു ശബ്ദം കേൾപ്പിക്കുക. അപ്പോഴേക്കും ഡോക്ടർ ഇങ്ങനെ ഗീതുവിനോട് പറഞ്ഞു ഒത്തിരി നിർബന്ധിക്കണ്ട, സംസാരിപ്പിക്കണ്ട എന്ന്. പക്ഷെ അമ്മയുടെ കണ്ണുകളിങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഗോവിന്ദനെ കാണണം, ഗോവിന്ദനോട് നന്ദി പറയണമെന്ന് ഇങ്ങനെ പതുക്കെ പറയുന്നു. അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ അമ്മയുടെ അസുഖം എല്ലാവരും അറിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം അതിന് അമ്മയ്ക്കിപ്പോൾ ഒരസുഖവും ഇല്ലല്ലോ, ഉണ്ടായിരുന്ന പ്രശ്നം നമ്മൾ സർജറി ചെയ്ത് മാറ്റിയില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ വിലാസിനെ ഇങ്ങനെ എന്തൊക്കെയോ ആയിട്ട് ഇങ്ങനെ. അപ്പോൾ എന്നാലും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അമ്മ അധികം സംസാരിക്കേണ്ട, മതി അമ്മയെ സംസാരിച്ചത്, വേറെ ഒന്നിനെക്കുറിച്ചും എൻ്റെ അമ്മ ഇപ്പോൾ ചിന്തിക്കാതെ സമാധാനമായിട്ട് കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ മകൾ അമ്മയെ സമാധാനിപ്പിച്ചിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും വിലാസിനെ കയ്യിൽ പിടിച്ചു. നീ എൻ്റെ അടുത്തൊന്ന് പോകല്ലേ മോളേന്നും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ വിലാസിന് ഗീതുവിനോട് അന്നേരം പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗീതു ഞാൻ പോവില്ല എന്നും പറഞ്ഞ് അടുത്ത് തന്നെ നിൽക്കുവാണ്. മോളെ നീ അമ്മയുടെ അടുത്ത് ഇരിക്കുന്നൊക്കെ പറഞ്ഞ് ഗീതുവിനെ വിളിച്ച് അടുത്തിരുത്തുന്നു. അങ്ങനെ അമ്മയും മോളും കൂടെ കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ അമ്മയുടെ സങ്കടങ്ങളൊക്കെ മാറ്റി നമ്മുടെ ഗീതു കൂടെ തന്നെ ഉണ്ട്. ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ വിലാസിനി ഉറങ്ങിപ്പോയി. അപ്പോഴേക്കും ഗീതുവിന് ഭയങ്കര സങ്കടമായിട്ടോ. ഗീതു എന്നിട്ട് അമ്മയ്ക്കൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ അമ്മയ്ക്കൊരു കരുതലായി നമ്മുടെ ഗീതു തൊട്ടരികിൽ എപ്പോഴും തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഈ ഭദ്രനെയാണ്. ഭദ്രൻ പുറത്തു ഭയങ്കര ഫോൺ വിളിയും കാര്യങ്ങളും ഒക്കെയാണ്. ഒരു 5 ലക്ഷം രൂപ കൂടി അത്യാവശ്യമായിട്ട് വേണം എന്നൊക്കെ പറഞ്ഞു. മരുമോൻ വിദേശ ടൂറില്ല, അല്ലെങ്കിൽ എത്ര കോടി വേണമെങ്കിലും എടുത്ത് വീശും, ഞാൻ അക്കൗണ്ട് നമ്പർ അങ്ങ് അയക്കാം, ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഫോണിൽ ഇങ്ങനെ വിളിച്ച് പറയുന്നത് കേട്ടോണ്ടാണ് നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഇന്ന് 5 ലക്ഷം രൂപ അത്രയും പൈസയുടെ പണി ഞാൻ ചെയ്തു എന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്നത് ഗീതുവിൻ്റെ മുഖത്തേക്ക്. അപ്പനാകെ വെളുത്തിങ്ങനെ വല്ലാതെയായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ചീറ്റിപ്പോയി എന്ന് മനസ്സിലാക്കി. അപ്പോഴേക്കും ഗീതു അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അമ്മയുടെ രോഗത്തിൻ്റെ പേരും പറഞ്ഞ് പണം വാങ്ങാൻ അച്ഛന് നാണമില്ലേന്ന് ചോദിച്ചപ്പോൾ എന്തിനാ ഞാൻ നാണിക്കുന്നത്, വെറുതെ അല്ലല്ലോ, കടമല്ലേ, തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞപ്പം അങ്ങനെ എത്ര പേർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു ഗീതു. അപ്പോൾ അപ്പൻ കിടന്ന് പപ്പ അടിക്കുക. മറ്റുള്ളവരുടെ മുന്നിൽ യാചിച്ച് സ്വയം നാണം കെടുക്കാൻ മാത്രമല്ല കണ്ണേട്ടനെയും കൂടി നാണം കെടുത്തുന്ന പരിപാടിയാണ് അച്ഛൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഗീതു പറഞ്ഞപ്പം ഞാൻ ഇനി ആരുടെ മുന്നിലും കൈനീട്ടുന്നില്ല. എനിക്ക് ജീവിക്കാൻ 10-50 കോടി രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ നിൻ്റെ കെട്ടിയവനോട് പറ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ പറയുന്നു. പിന്നെ ഞാനും നാണം കെടില്ല, എൻ്റെ മരുമകനും നാണം കെടേണ്ടി വരില്ല. എന്താ പറ്റുമോ നിനക്ക്? അപ്പോൾ ഗീതു ഇങ്ങനെ തുറച്ചു നോക്കി. എനിക്കും ജീവിക്കണ്ടേ എന്ന് അച്ഛൻ മോളോട് ചോദിക്കുവാണേ. അതെ, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ പോയി അത്താഴം കഴിച്ചിട്ട് വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഭദ്രൻ അവിടെ നിന്ന് അങ്ങോട്ട് പോയി. ഓ ഈശ്വരാ എന്നും പറഞ്ഞുകൊണ്ട് അപ്പൻ ഇങ്ങനെ പുറത്തോണ്ട് അങ്ങ് പോവുക. അങ്ങനെ നമ്മുടെ ഗീതു അവിടെ അങ്ങനെ നിൽക്കുന്നു, അച്ഛൻ പോയത് നോക്കിക്കൊണ്ട്. അപ്പോഴേക്കും ഗീതുവിൻ്റെ ഫോണിലേക്ക് രഞ്ജുവിൻ്റെ കോള് വന്നു. അപ്പോൾ
ഹലോ രഞ്ജു എന്ന് പറഞ്ഞു കോൾ എടുത്തപ്പോൾ രഞ്ജു മാത്രമല്ല ഞാനും ഉണ്ടെന്ന് പറഞ്ഞ രേഖയും കൂടെ പറഞ്ഞു. അപ്പോൾ ആ രേഖച്ചി എന്താ രണ്ടുപേരും കൂടി വിളിച്ചതെന്ന് ചോദിച്ചേ. മോളെ അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അതറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല ചേച്ചി, പേടിക്കാനൊന്നുമില്ല കേട്ടോ, സർജറി കഴിഞ്ഞ് ഐസിയുലേക്ക് മാറ്റി, ഇതേ ഇപ്പോൾ കണ്ണ് തുറക്കുകയും ചെയ്തു, സംസാരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവർക്ക് രണ്ടുപേർക്കും സമാധാനമായത്. ഇപ്പം നല്ല മയക്കത്തിലാണെന്നും ഗീതു പറയുമ്പോൾ അമ്മ സുഖമായിരിക്കുന്നു എന്നറിഞ്ഞപ്പോഴാണ് ഗീതു ഒരു സമാധാനമായതെന്ന് രഞ്ജു പറയുവാണ്. ഇത് കേട്ട് ആ സങ്കടം മാറിയത് ഇപ്പോഴാണെന്ന്. പിന്നെ അതെ, കണ്ണേട്ടൻ ആഹാരം വല്ലതും കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇതുവരെ കഴിക്കാൻ വന്നില്ല എന്ന് പറഞ്ഞു. അയ്യോ വന്നില്ലേ എന്ന് ഗീതു ചോദിക്കാം. ഹോസ്പിറ്റലിൽ വിഷമിച്ചിരിക്കുന്ന പ്രിയതമയെ ആശ്വസിപ്പിക്കാൻ കഴിയാത്തതിൻ്റെയും അവൾ അടുത്തില്ലാത്തതിൻ്റെയും വിരഹദുഃഖത്തിലൊക്കെ ആയിരിക്കും ഗോവിന്ദേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ എന്ന് പറഞ്ഞ് ഗീതു ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുന്നു. ആ ദുഃഖം കാരണം തൊണ്ടയിൽ നിന്നേ ആഹാരം ഇറങ്ങില്ലായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ രഞ്ജു നീ കളിക്കരുത് കേട്ടോ, അമ്മ ഈ അവസ്ഥയിലായിപ്പോയി, അല്ലെങ്കിൽ അങ്ങോട്ട് വന്ന് ചെവിക്ക് പിടിച്ചേനെ ഞാനെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗീതു അന്നേരം പറയാം. അങ്ങനെ ഇവർ സംസാരിക്കുന്നു. ഉള്ളത് പറയുമ്പോൾ നീ ഇതിനെ തുള്ളണേ എന്നൊക്കെ രഞ്ജു ഇങ്ങനെ ചോദിച്ചു. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് കണ്ണേട്ടൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ കണ്ണേട്ടൻ നീ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് മുഴുവൻ വിരഹമാണ്, ഭാര്യ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഖണ്ഡനാളങ്ങൾ വിങ്ങൽ കൊണ്ട് ഇങ്ങനെ വിറയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജു ഇങ്ങനെ പറയുന്നു. ഇതൊക്കെ കേട്ട് ഗീതു ഇങ്ങനെ ഭയങ്കര ചിരിയാ. ഓ എൻ്റെ ദൈവമേ, ആ സുന്ദരഗാനം ഇങ്ങനെ നീ ഇത്രയും വൃത്തിയേടാക്കല്ലേ എൻ്റെ രഞ്ജു എന്ന് ഗീതു അന്നേരം പറഞ്ഞു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നീ ബൈസ്റ്റാൻഡറായിട്ട് വന്ന് നിന്നിരുന്നില്ലേ, അന്ന് ഞാൻ കണ്ടതാ. നിന്നെ കാണാതിരിക്കാൻ കഴിയാതെ എന്തൊക്കെയോ കള്ളം പറഞ്ഞ് ഗോവിന്ദേട്ടൻ ഹോസ്പിറ്റലിൽ എത്തിയതും നിങ്ങൾ തമ്മിൽ കണ്ടതും ഒക്കെ എന്നോടാണോ പറയണതെന്ന് നേരം ചോദിച്ചു. അതിനേക്കാളും കുറച്ചുകൂടി അവസ്ഥയിലായിരിക്കും ഇപ്പോഴുള്ളതെന്നും പറഞ്ഞു കൊടുത്ത് അങ്ങനെ രഞ്ജു എല്ലാം പറയുക കേട്ടോ. ഇതൊക്കെ കേട്ട് ഗീതു ഇങ്ങനെ ആസ്വദിക്കുവാണ്. നീ നോക്കിക്കോ, അധികം താമസിയാതെ ആളവിടെ എത്തും, അതിനൊരു മാറ്റവും ഇല്ല. അന്നത്തെ പോലെ രണ്ടു പേർക്കും കൂടി തട്ടുകടയിൽ പോയി ആഹാരമൊക്കെ കഴിക്കാമെന്നും പറഞ്ഞു. അങ്ങനെയൊക്കെ നടക്കുമെന്ന് ഗീതു അന്നേരം ആലോചിക്കാം. കണ്ണേട്ടൻ വരുമെന്നേ എനിക്ക് തോന്നണില്ല എന്നും പറഞ്ഞു. അപ്പം എൻ്റെ പൊന്ന് ഗീതു, നീ മനസ്സുകൊണ്ട് ശക്തമായി ആഗ്രഹിച്ചാൽ ഉറപ്പായിട്ടും കണ്ണേട്ടൻ വരുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്ന് ഗീതു അന്നേരം രേഖയോടും രഞ്ജുവിനോടും പറയാം. അപ്പം എൻ്റെ കള്ളിപ്പൂങ്കുയിലേ നിൻ്റെ കണ്ണേട്ടനെ അവിടെ എത്തിക്കാം എന്നും പറഞ്ഞ് രഞ്ജു അന്നേരം ഗീതുവിനോട് പറഞ്ഞപ്പോൾ അതെ ഉറപ്പായിരിക്കണം കേട്ടോ, ഞാനിവിടെ ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉവ്വാ കൊള്ളാന്ന് രണ്ടുപേരും കൂടെ പറഞ്ഞു. അതുവരെ നിനക്ക് കാണാനായിട്ടേ ഗോവിന്ദേട്ടൻ്റെ വ്യത്യസ്തമായ ചില വിരഹതാപ പ്രകടനങ്ങൾ ഞങ്ങൾ ഫോണിലെടുത്ത് അങ്ങോട്ടേക്ക് അയച്ചു തരാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ഓക്കെ പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ കണ്ണേട്ടൻ ഇന്ന് എൻ്റെ അടുത്തേക്ക് വരും, എൻ്റെ മാത്രമായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണേട്ടനോട് എൻ്റെ ഇഷ്ടം തുറന്ന് പറയും എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ അവിടെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാം. ഈ സമയം പിന്നെ കാണിക്കുന്നത് രേഖയും രഞ്ജുവും കൂടി കണ്ണേട്ടൻ്റെ റൂമിൻ്റെ പുറത്ത് പോയി നിൽക്കുന്നു. അപ്പോൾ റൂമിലേക്ക് നീ കയറി ചെല്ലണം, എന്നിട്ട് കണ്ണേട്ടനുമായിട്ട് സംസാരിക്കണം, അപ്പോഴേക്കും ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ കയറി ചെല്ലുന്നു. ആ സമയം മൊബൈലൊക്കെ ഓണാക്കിയാണ് കയറി ചെല്ലുന്നത്. അവർ ക്യാമറയൊക്കെ ഇതാക്കി ചെന്നു. പക്ഷെ അവിടെ കണ്ണേട്ടൻ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ഇവരാകാതായിട്ടോ ഈ ഗോവിന്ദേട്ടൻ ഇത് എവിടെ പോയതാ എന്നോർത്ത് ഇവരിങ്ങനെ നോക്കും. എന്നിട്ട് മുറിയിൽ കയറി വന്നു, ഇതിലൊക്കെ നോക്കുക. അപ്പോൾ ഈ ഏട്ടൻ ഇതെവിടെ പോയതാ എന്ന് രഞ്ജു ഇങ്ങനെ ചോദിച്ചപ്പം നമ്മൾ വരുന്നതിന് മുമ്പ് ഗീതുവിനെ കാണാനായിട്ടേ പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ആരോടും പറയാതെ പോകുമോ, പറഞ്ഞ എല്ലാവരും അറിയത്തില്ലയോ, അതുകൊണ്ട് രഹസ്യമായിട്ട് പോയിട്ടുണ്ടാവും എന്നും പറഞ്ഞ് രേഖ. ഇതൊരു കള്ള കൃഷ്ണൻ തന്നെയാ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്തൊക്കെയോ ശബ്ദം കേൾക്കുക. അപ്പോൾ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെന്താണെന്നറിയാൻ വേണ്ടി താഴെ ചെന്ന് നോക്കുമ്പോൾ കണ്ണേട്ടനും അതുപോലെ നമ്മുടെ അയ്യപ്പേട്ടനും കൂടി ഇരുന്ന് വെള്ളം അടിക്കാം. എന്നിട്ട് കള്ളു കുടിച്ച് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഗീതുവിനെക്കുറിച്ചും ഓക്കെ. അപ്പം ഗീതുവിനെ കാണാത്തതിൻ്റെ വിരഹഗാനമാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖ ഇങ്ങനെ ഈ കള്ളു കുടിച്ച് പാട്ട് പാടുന്നത് കേട്ടപ്പോൾ അത് കേട്ടപ്പോൾ അപ്പോൾ പിന്നെ ഈ കള്ളു കുടിക്കുന്നതിൽ എവിടെയാണ് വിരഹം, ഇവിടെ ഗീതു ഇല്ലാത്തതിൻ്റെ ആഘോഷമാണ്, എന്നാൽ പിന്നെ നീ കൂടെ ചെന്ന് ആഘോഷിക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ലാം അങ്ങനെ ഇപ്പോൾ കാണണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ ഗീതുവിനൊപ്പമാണെന്ന് രഞ്ജു രേഖയോട് പറഞ്ഞു. ഗീതു ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഗോവിന്ദേട്ടനെയും കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജു. അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദൻ്റെ അടിപൊളി പാട്ടും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഗീതു വീട്ടിലില്ലാത്ത നേരത്തിനാണ് ഗോവിന്ദൻ ഈ കള്ളത്തരങ്ങളൊക്കെ ഒപ്പിച്ചു കൂട്ടുന്നത്. ആ സമയത്ത് പാവം ഗീതു രാത്രി ഗോവിന്ദേട്ടൻ അങ്ങോട്ടേക്ക് ചെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി മുട്ടിയൊരുമി നടന്ന് രാത്രിയിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാനിരിക്കാം. അപ്പോഴാണ് ഇവിടെ കുടിമേളം, സമ്മതിച്ചു കൊടുക്കില്ല ഞാനെന്നും പറഞ്ഞ് രഞ്ജു.
എങ്കിലതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് രേഖ. അവളെ മറന്നിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ മദ്യപിക്കാൻ ഗോവിന്ദേട്ടൻ എങ്ങനെ തോന്നി? ഇനി മദ്യപിക്കില്ലെന്ന് അവളോട് ഗോവിന്ദേട്ടൻ ഉറപ്പ് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് എന്നും കാവലിരിക്കുവതാരോ എന്നൊക്കെയുള്ള പാട്ടൊക്കെ പാടി നമ്മുടെ ഗോവിന്ദൻ തകർത്തടിച്ച് വാരിക്കൊണ്ടിരിക്കുക കേട്ടോ. അയ്യപ്പേട്ടൻ കൈകൊട്ടും ഡാൻസ്. അങ്ങനെ രണ്ടുപേരും കൂടെ കുടിച്ച് പറയാൻ പോലും ലെവലില്ലാതെയായി. ആ സമയം ഇപ്പം തന്നെ നമുക്ക് ഗീതുവിന് ഈ കാര്യം വിളിച്ചു പറയണം എന്ന് പറഞ്ഞ് രഞ്ജു പറയുമ്പോൾ, അതെ ഇപ്പം വിളിച്ചു പറയാനൊന്നും നിൽക്കേണ്ട, ഈ ആഘോഷത്തിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് ഗീതുവിന് നമുക്ക് അയച്ചു കൊടുക്കാം. അത് ശരി, അയച്ചു കൊടുക്കുക, ഷൂട്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ആ വീഡിയോയൊക്കെ ഷൂട്ട് ചെയ്യുന്നു. ഈ സമയത്ത് ഗോവിന്ദൻ ബാബു ഇതൊന്നും അറിയുന്നില്ല, ഭയങ്കര പാട്ട്. എന്തായാലും ഗോവിന്ദേട്ടൻ ഈ അഹങ്കാരവും മദ്യപാനാസക്തിയും ഇന്നത്തോടു കൂടി നിർത്തണം, എന്തായാലും അത് അവൾ തീർത്തോളും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ പറഞ്ഞിട്ട് അതെടുത്ത് വേഗം ഗീതുവിന് അയച്ചു കൊടുക്കുന്നു. ഗോവിന്ദേട്ടൻ വരുന്നത് പ്രതീക്ഷിച്ച് നമ്മുടെ ഗീതു അവിടെ ഇങ്ങനെ ഇരിക്കുക, രണ്ടുപേരും കൂടെ രാത്രി റോഡിലൂടെ പാലത്തിലൂടെ ഒക്കെ നടക്കുന്നതും കൈ കോർത്ത് പിടിച്ച് പോകുന്നതും കണ്ണിൽ നോക്കുന്നതും അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ഇഷ്ടവും ഗീതു തുറന്നു പറയുന്നതും ഒക്കെ. അപ്പം അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളത് എന്താണെന്ന് കണ്ണേട്ടൻ അറിയില്ലേ, ഇനി അത് പറയണോ എന്നൊക്കെ ഗീതു ഇങ്ങനെ അവിടെ ഇരുന്ന് സ്വപ്നം കാണുക. അപ്പോൾ പറച്ചിലിനേക്കാൾ പ്രധാനപ്പെട്ടത് പ്രവൃത്തിയാണല്ലോ എന്ന് ഗോവിന്ദൻ ഇങ്ങനെ പറയുന്നു അന്നേരം. അങ്ങനെ ഗോവിന്ദൻ അത് പറഞ്ഞ് അവിടുന്ന് പോകുമ്പോൾ ഗീതു ഗോവിന്ദനെ പിടിച്ചു നിർത്തുന്നു. എങ്കിൽ ആ ഒരു പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യാൻ എന്നെ അനുവദിക്കണം എന്ന് ഗീതു. അപ്പം നിൻ്റെ ആഗ്രഹം പോലെ എന്ന് ഗോവിന്ദൻ. ആ സമയത്ത് നമ്മുടെ ഗീതു പതുക്കെ ഗോവിന്ദൻ്റെ അരികിലേക്ക് നടന്ന് നീങ്ങി കണ്ണേട്ടൻ്റെ രണ്ട് കവളിലും ഇങ്ങനെ കൈ പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുന്നു. അപ്പോൾ എന്തായാലും കണ്ണേട്ടനും ഗീതുവും ഒന്നാകുന്ന ആ ഒരു സുന്ദര നിമിഷം. അപ്പോൾ ഉമ്മ കൊടുക്കാനായിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ അടുത്തടുത്ത് വന്നു, രണ്ടുപേരും കൂടി ഉമ്മ കൊടുത്തു. രണ്ടുപേരും പരസ്പരം ഉമ്മ കൊടുക്കുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. പക്ഷേ അത് വെറും സ്വപ്നം മാത്രമാണ്. ഗോവിന്ദൻ അവിടെ കുടിച്ച് ലെവൽ തെറ്റി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളും വിശേഷങ്ങളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.